ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ ഡോക്ടർ ജെ ഷാഹിദയ്ക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ സമിതി. പ്രോട്ടോകോൾ പാലിക്കാനാകാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറും. അതേസമയം ശസ്ത്രക്രിയ പിഴവിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഇന്നും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മന്ത്രി ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും ഒപ്പം വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, അപ്പോൾ നമ്മൾ നേരത്തെ കരുതിയതുപോലൊക്കെ തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന കത്രികയും ബാക്കി സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അതിൽ ഒന്നിൽ പോലും കുറവ് വന്നിട്ടില്ല. ഡോക്ടർമാർക്ക് പിഴവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കത്രിക വയറ്റിനകത്ത് എവിടുന്ന് വന്നു എന്ന പ്രധാന ചോദ്യമില്ലേ അശ്വിൻ? ആശ്മി, അതിപ്പോഴും ഡോക്ടർമാർക്ക് മാത്രം ഉത്തരം കിട്ടാതെ നിൽക്കുന്നൊരു ചോദ്യമായാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ പൂർത്തിയായി പുറത്തേക്ക് പോയൊരു രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെക്കുന്നു. അത് എക്സ്റേയിലൂടെ അത് കണ്ടെത്തുന്നു. പിന്നീട് അത് ഇന്നലെ പുറത്തെടുത്ത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോഴും അത് സമ്മതിക്കാനോ അല്ലെങ്കിൽ അതൊരു വീഴ്ചയാണെന്ന് പറയാനോ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നിയോഗിച്ച ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരുന്നു. അവർ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഡോക്ടർമാരുടെ, അതായത് ലളിതാംബിക അടക്കമുള്ള അന്ന് ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത ആളുകളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി. ഉഷയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഉഷയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഡോക്ടർക്ക് വീഴ്ചയില്ല എന്നുള്ള വിചിത്ര കണ്ടെത്തൽ അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സർജൻസ് നോട്ട്, ശസ്ത്രക്രിയ സമയത്ത് സർജൻസ് നോട്ട് കൃത്യമായി നൽകി. ഒപ്പം ശസ്ത്രക്രിയ സമയത്ത് ഉണ്ടായിരുന്ന സ്ക്രബ് നേഴ്സ് മാത്രമാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വീഴ്ചയായി പറയുന്നത് ആളുകൾ കുറവായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. പക്ഷേ ഈ ഡോക്ടർക്ക് വീഴ്ചയില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ അതെങ്ങനെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ആ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചാൽ എങ്ങനെ ഈ ഡോക്ടർക്കെതിരെ അടക്കം നടപടി ഉണ്ടാകും എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിനൊടുവിൽ പോലീസ് തന്നെ DMOയോട് ചട്ടപ്രകാരം ആവശ്യപ്പെടേണ്ട ഒന്ന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുക എന്നുള്ളതാണ്. അതായത് വിവിധ ആശുപത്രികളിലെ വണ്ടാനം ഒഴികെയുള്ള മറ്റ് സർക്കാർ ആശുപത്രികളിലെ അടക്കം ആളുകളൊപ്പം പുറത്തു നിന്നുള്ള മറ്റ് വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘത്തെ പ്രത്യേക മെഡിക്കൽ ബോർഡ് എന്ന നിലയിൽ രൂപീകരിച്ച് അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യം പോലീസ് സ്വാഭാവികമായും ഉന്നയിക്കും. അത് ചട്ടപ്രകാരം വേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അന്വേഷണം, ഒരു മെഡിക്കൽ ബോർഡ് മാത്രമായിരിക്കും ഇതിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും നിലവിലെ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതിന് പുറമെ കൂടുതൽ ആളുകളെ ഈ FIRൽ പ്രതി ചേർക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. നിലവിൽ അന്ന് ഈ ഡോക്ടർമാരുടെ സംഘത്തിന്റെ മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയെയും ഒപ്പം മറ്റ് ആളുകളെയും കൂടി പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഈ ഉഷയുടെ ചികിത്സാ രേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഉള്ള ആളുകൾ, അന്ന് അതുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. അങ്ങനെ FIR വിപുലപ്പെടുത്തുകയാണ്, പ്രതിപട്ടിക വിപുലപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മറ്റ് നടപടികളിലേക്ക് ഈ പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം വിദഗ്ധ പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. അമൃത ആശുപത്രിയിലാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ ഉള്ളത്. വിഷ്ണു, അതിങ്ങനെ ഒരു വശത്ത് നടക്കുന്നു. ഈ കത്രിക ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമൃത ആശുപത്രിയിൽ നിന്ന് അത് നമ്മൾ കണ്ടതാണ്. ഉഷയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഉഷയുടെ ശസ്ത്രക്രിയ പൂർത്തിയായത്. കത്രിക പുറത്തെടുത്തിരുന്നു. ആ കത്രിക ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിർണായകമായ ഒരു തെളിവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ അമ്പലപ്പുഴ DYSP നേരിട്ട് എത്തി ആ കത്രിക കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് അവർ കൂടി എത്തിയത്. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 2 ദിവസം മുമ്പാണ് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് എത്തിയത്. അതായത് കത്രിക കണ്ടു എന്ന് പറയുന്ന അതിനുശേഷം വാർത്ത പുറത്തു വന്നതിന് ശേഷം അപ്പോൾ തന്നെ KC വേണുഗോപാൽ ഇടപെട്ടാണ് അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനുശേഷം ഒരു CT സ്കാൻ എടുത്തു. ഇതിന്റെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കി. അതിസങ്കീർണം നിറഞ്ഞ ഒരു ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടതില്ല എന്ന് ആശുപത്രി അധികൃതർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അന്നേ ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്താതിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നടത്തി. വൈകിട്ട് ഇത് പൂർത്തിയായി. ഉഷ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. ഒരു 2 ദിവസത്തിന് ശേഷം ഒരുപക്ഷെ ഡിസ്ചാർജ് അടക്കം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉഷയുടെ കുടുംബം ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണം.
അത് ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. ഇനി ഈ ഗതി ആർക്കും ഉണ്ടാകരുത് എന്നാണ് അവർ പറയുന്നത്. ഉഷയോട് സംസാരിച്ച ഘട്ടത്തിലേക്ക് ഉഷ പറയുന്നത് ഇനി എനിക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ ഭയമാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് ആരൊക്കെയാണ്, അവർക്കെല്ലാം എതിരെ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകുകയും ചെയ്യും. ഉഷ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.